മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ പാണക്കാട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ വസതിയിലെത്തിയത്. പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് സന്ദർശന സമയത്ത് പാണക്കാടുണ്ടായിരുന്നത്. സാദിഖലി ശിഹാബ് തങ്ങൾ മധുരം നൽകിയാണ് ഹാരിസ് പീരാനെ സ്വീകരിച്ചത്. പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ് ഹാരിസ് പീരാൻ എന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്ത് MP പദവിയിലെത്തുന്നതോടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക മുഖം നൽകാൻ പാർട്ടിക്കാകുമെന്നും തങ്ങൾ പറഞ്ഞു. ചെറുപ്പം തൊട്ട് തന്നെ ഹാരിസ് പാണക്കാട്ടെ നിത്യ സന്ദർശകനാണ്. ജ്യേഷ്ഠൻ ശിഹാബ് തങ്ങളുടെ തൊട്ട് തന്നെ അതുകൊണ്ട് പെറ്റായിരുന്നു വസതിൽ ഹാരിസിൻ്റെ കുടുംബമൊക്കെ. ഇപ്പോൾ അദ്ദേഹം ഒരു ഔദ്യോഗിക പദവി ഏറ്റെടുക്കുക എന്നുള്ള നിലക്കാണ് പാർട്ടി അദ്ദേഹത്തെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റവും ആവശ്യമില്ല. ഹാരിസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഞങ്ങളിപ്പോൾ അത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടോ മാത്രമല്ല കാണുന്നത്. ഡൽഹിയിൽ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി, കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശബ്ദിക്കാനും അവിടെ ആരെല്ലാമാണോ കാണേണ്ടത് ആ രീതിയിൽ കാണാനും ഒരു സജീവ സാന്നിധ്യം കേരളത്തിന് വേണ്ടി ഉറപ്പുവരുത്തുവാൻ ഹാരിസിൻ്റെ ഈ നിയോഗത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു സംതൃപ്തിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മുസ്ലിം ലീഗിന്റെ MP മാത്രമല്ല, കേരളക്കരയുടെ കാവൽക്കാരനായി മലയാളികളുടെ ശബ്ദമായി ഡൽഹിയിൽ ഹാരിസ് ഉണ്ടാകും. ഏക സിവിൽ കോഡ് CAA പോലുള്ള വിഷയങ്ങളിൽ പാർലമെന്റിനകത്തും കോടതി മുറിയിലും ഹാരിസിന്റെ നേതൃത്വത്തിൽ നിയമ പോരാട്ടം ശക്തമാക്കുമെന്നും തങ്ങൾ പറഞ്ഞു. ഭരണഘടന വിരുദ്ധമായി രാജ്യസഭയിലെത്തുന്ന ബില്ലുകളെ നിയമവശങ്ങൾക്ക് ചേർത്ത് പ്രതിരോധിക്കുക എന്ന വലിയ ദൗത്യമാണ് പാർട്ടി തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് ഹാരിസ് പീരാൻ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ കരിനിഴലിൽ നിർത്തുന്ന അനവധി ബില്ലുകളാണ് ഈ അടുത്ത കാലത്തായി ഭരണകൂടം അവതരിപ്പിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തന്നാലാകുന്നതെല്ലാം ചെയ്യും. ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ പഠന വിധേയമാക്കി ശക്തമായി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളടുത്ത് പറയായിരുന്നു, ഞാനിപ്പോൾ ഏകദേശം 40 വർഷത്തോളമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈറ്റുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു അരോചകമായിട്ട് തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടുത്തെ നിത്യസന്ദർശകനാണ്. ഞാൻ ഇവിടുത്തെ ഒരു കുടുംബാംഗം പോലെ തന്നെയായിട്ട് ഞാൻ തന്നെ കരുതുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആഹ്വാനം തന്നു. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാജ്യസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഒരു വരവാണിത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ലോയേഴ്സ് ഫോറം ഭാരവാഹികൾ, MSF സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ഹാരമണിയിച്ചു. തുടർന്ന് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട് മക്കാം സന്ദർശിച്ചു പ്രാർത്ഥന നടത്തി. PK ബഷീർ MLA, മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി CK സുബൈർ, MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, NC അബൂബക്കർ, ഇസ്മായിൽ മുത്തേടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.